ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ 6:30 ഷാക്കുവിന് മദ്രസയിൽ പോകണം. അതിനായിട്ട് രാവിലെ തന്നെ ഷാക്കുവിനെ വിളിച്ചുണർത്തി റെഡിയാക്കി ചായയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അവൻ മദ്രസയിലേക്ക് പോയി. പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. അരി ഇട്ടിട്ടാണ് ഞാൻ രാവിലത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കുന്നത്. കാപ്പിയൊക്കെ റെഡി ആകുമ്പോഴേക്കും ചോറും റെഡി ആവുമല്ലോ. പിന്നെ നമുക്ക് പുകയില്ലാത്ത അടുപ്പാണുള്ളത്, അതുകൊണ്ട് തൊട്ടടുത്ത ഒരു അടുപ്പിലേക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി ഞാൻ വയ്ക്കും. വലിയൊരു കലത്തിൽ തന്നെ ഞാൻ വെള്ളം വയ്ക്കും. മോനെ സ്കൂളിൽ കൊണ്ടുപോകാനും വീട്ടിലേക്കും എല്ലാം കൂടെ എടുക്കാമല്ലോ. നമുക്കിവിടെ കിണറില്ല കേട്ടോ, ലൈൻ പൈപ്പാണ്. അപ്പോൾ ആ വെള്ളം പച്ചവെള്ളം അങ്ങനെ കുടിക്കാറില്ല, തിളപ്പിച്ച വെള്ളം മാത്രമാണ് ഇവിടെ എല്ലാവരും കുടിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാനൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കും. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് റെഡി ആവുകയും ചെയ്യുമല്ലോ. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി അരി കഴുകിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിയൊക്കെ പെട്ടെന്ന് കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ചരുവത്തിൽ നിറയെ വെള്ളം എടുത്ത് ആ കലത്തിൻ്റെ മുകളിൽ തന്നെ വെക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് ആ ആവിയിലിരുന്ന് ചോറ് പെട്ടെന്ന് തിളയ്ക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ ആ വെള്ളം തന്നെ നമുക്ക് ചോറിന് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ദോശയും കടലക്കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. രാത്രി തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കടലയും കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കറി അങ്ങ് റെഡിയാക്കി വെക്കും. പിന്നെ ദോശയൊക്കെ ആകുമ്പോൾ ചൂടോടെ ചുട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കടലക്കറി ഞാൻ എളുപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് ചെയ്യുന്നത് കേട്ടോ. തലേദിവസം കുതിർത്ത് വെച്ച കടല കഴുകി കുക്കറിലിട്ടിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു 4-5 വിസിലടിക്കുന്നിടം വരെ നമ്മൾ വേവിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഷെഹബാൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ ഒന്ന് റെഡിയാക്കി ഇരുത്തി ചായയൊക്കെ കൊടുത്ത് ഇനി നമുക്ക് കറിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല എന്നിവ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചാറ് നമുക്ക് എന്തുമാത്രം വേണമെന്നെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കറി നന്നായിട്ട് കുറുകിയൊക്കെ വരും. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പും എല്ലാം റെഡിയാണെന്ന്. ഇങ്ങനെയാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ തേങ്ങ വറുത്തരച്ചൊക്കെ കറി ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി നമുക്ക് കിട്ടും. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ദോശ ചൂടാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ മാവൊക്കെ ഒഴിച്ച് ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഓരോന്നോരോന്ന് ചുട്ട് ഇടുകയാണ്. കുറച്ച് നേരത്തെ ഞാൻ ചുട്ട് വെക്കും. മോനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ കൊടുക്കാമല്ലോ, അതിന് വേണ്ടി. പിന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ട് നമ്മൾ അരിയുടെ തീയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. എന്നുവെച്ചാൽ വലിയ വിറകാണ്, നീളമുള്ള വിറകായതുകൊണ്ട് ഇത് കത്തി താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവും. പിന്നെ നമ്മൾ അതുവരെ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയായിട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്.
എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് കഴുകാൻ നിന്നാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോഴേക്കും ഒരുപാട് പാത്രങ്ങൾ കൂടി കിടക്കും. പിന്നെ ഇതെല്ലാം കഴുകിയെടുക്കുമ്പോൾ നമുക്ക് അത്രയും സമയം കൂടെ പോകും. അപ്പോഴേക്കും ഷാക്ക് മദ്രസയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത്. ഇന്ന് അവന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്നില്ലെന്നാണ് പറഞ്ഞത്. ചില ദിവസങ്ങളിൽ മാത്രമേ അവൻ ചോറ് കൊണ്ടുപോകുള്ളൂ. അവിടെ ചോറുണ്ട് സ്കൂളിൽ. പിന്നെ ചില ദിവസങ്ങളിൽ പറയും എനിക്കിന്ന് വീട്ടിൽ നിന്ന് ചോറ് വേണം കേട്ടോ എന്ന്. അപ്പം നമ്മൾ അതനുസരിച്ച് എല്ലാം റെഡിയാക്കി കൊടുക്കും. ഇത് ഷാക്കുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളമാണ് കേട്ടോ. ഒരു വലിയ കുപ്പി നിറയെ ഞാൻ വെള്ളം കൊടുത്ത് വിടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ചെറിയൊരു സ്നാക്സും കൊടുത്തു വിടും. അങ്ങനെ ഷാക്ക് സ്കൂളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അവൻ്റെ വാപ്പിയുടെ കൂടെ തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. വാപ്പി സ്കൂളിലേക്ക് കൊണ്ടുവിട്ടിട്ട് അതുവഴി അങ്ങ് കടയിലേക്ക് പോയിക്കോളും. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇളയാളെ അംഗനവാടി വിടുക എന്നുള്ളതാണ്. അങ്ങനെ അവനെ റെഡിയാക്കി അംഗനവാടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ തന്നെയാണ് അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നത്. അംഗനവാടി വിടുന്നത് ഞാൻ തന്നെയാണ്. മോനെ അംഗനവാടിയിലൊക്കെ വിട്ട് വന്നപ്പോഴത്തേക്ക് നിക്ക മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മത്തിയായിരുന്നു കിട്ടിയത് കേട്ടോ. അങ്ങനെ മത്തി കുഞ്ഞൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് പയറെടുത്തിട്ടുണ്ടായിരുന്നു തോരൻ വയ്ക്കാൻ വേണ്ടി. എന്നിട്ട് തോരനുള്ള അരിഞ്ഞ് ഞാനങ്ങ് വെച്ച് മീനും വെട്ടി വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ കറിയാക്കാൻ നോക്കുകയാണ്. മത്തി മുളക് കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ആദ്യം ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് തക്കാളിയും വടക്കംപുളിയൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചാറാക്കി എടുക്കണം. എന്നിട്ട് അത് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു മണത്തിന് വേണ്ടി. എനിക്ക് കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ ഇങ്ങനെ വാരി ഇടാറുണ്ട്. പക്ഷേ നമുക്ക് കറിവേപ്പില്ല കേട്ടോ, ഒരു കുഞ്ഞു തൈയാണ്. എന്നിട്ട് പോലും ഞാൻ അതിൻ്റെ മണ്ടയെല്ലാം കുത്തിയടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ എവിടുന്നെങ്കിലുമൊക്കെ ഇങ്ങനെ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ഞാൻ പോയി വാങ്ങിക്കും. കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ മീൻ വറക്കാൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് അടുപ്പിലാണ് മീൻ വറക്കാൻ വെച്ചത്. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് റെഡിയായി. മത്തി മുളക് വെച്ച കറിയും റെഡി ആയിട്ടുണ്ട്. കറി ഇറക്കിയിട്ട് ഞാൻ അതിലേക്ക് അടുപ്പിലേക്ക് തന്നെ ഞാൻ തോരൻ വെക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് പയറിട്ട് കൊടുത്ത്. പയറിൻ്റെ കൂടെ ഞാനൊരു ചെറിയ സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കിയിട്ട് ചെറിയ തീയിൽ അത് അടച്ച് വെച്ച് എന്നിട്ട് ഞാൻ ആ തോരനുള്ള അരപ്പും കൂടെ റെഡിയാക്കി വെച്ചു. ആ പയറൊന്ന് വാടി വരുന്ന സമയത്തിന് അത്രയും നേരം നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. ഇത്തിരി സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ ഒതുക്കി അങ്ങ് വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും പയർ നന്നായിട്ട് വാടി കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊക്കെ ഇളക്കി ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് എടുക്കും. അപ്പോഴത്തേനും നമ്മുടെ തോരനും റെഡിയായി കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ തോരനൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാൻ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ പറക്കി സ്റ്റാൻഡിലേക്ക് പറക്കി അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ കഴുകി വെച്ചായതുകൊണ്ട് വെള്ളമൊക്കെ തോർന്ന് ഇങ്ങനെ ഇരിക്കുമല്ലോ, എന്നിട്ട് പിന്നെ പറക്കി വെക്കുമ്പോൾ അത്രയും എളുപ്പമാവും. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളുണ്ടാക്കിയ ഫുഡൊക്കെ എല്ലാം ഒന്ന് ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചോറും കറികളും എല്ലാം ഞാൻ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ലാബിൻ്റെ പുറവും പിന്നെ എല്ലാ സിങ്കും അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ അടുക്കളയും വർക്ക് ഏരിയയും നമ്മൾ തൂത്ത് എല്ലാം വൃത്തിയാക്കിയിടും. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ജോലികളെല്ലാം തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് താങ്ക് യു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്